Hello, welcome to Kera Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേരുവകൾ. ഇതിന് തന്നെ 2.5 കിലോ കപ്പ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, 1 കിലോ ബോൺസ് ഉള്ള ഇറച്ചി, 2 സവോള ചോപ്പ് ചെയ്തത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, 6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ തേങ്ങാപ്പീര. ഇതൊക്കെയാണ് നമ്മുടെ ചേരുവകൾ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റൗവിൽ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും അതിലേക്ക് കറിവേപ്പിലും ഇട്ട് തിളപ്പിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമുക്ക് എല്ലോടെ കൂടിയുള്ള ഇറച്ചി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കതിന് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്യാം. ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ഇനിയും കപ്പയ്ക്ക് വേണ്ട ഇറച്ചി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇനി നമുക്കതിൽ ആവശ്യമായുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളെ കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഒത്തിരി ഗോൾഡൻ കളർ ആകുമൊന്നും വേണ്ട. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് ഇറച്ചി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി
ഇനി നമുക്ക് നമ്മുടെ കപ്പയിൽ ഇടാനുള്ള തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയും ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ കപ്പയും അതേപോലെ നമ്മുടെ ഇറച്ചിയും കപ്പയും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതേപോലെ തേങ്ങ ഫ്രൈ ചെയ്തിടണമെന്നുമില്ല. സാധാരണ കപ്പയ്ക്ക് തേങ്ങ അരച്ചിടുന്നത് പോലെ ഇട്ട് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ ആ തേങ്ങാപ്പീര നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് നമ്മളത് ഇറച്ചിയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കപ്പയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് ഇളക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എനിക്ക് ഇളക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ പപ്പയും കൊണ്ടാണ് ഇളക്കിക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ ഊറ്റുന്ന സമയത്ത് ഞാൻ അതിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുറെ പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ സമർപ്പിക്കുന്നു. അതേപോലെ വീണ്ടും പലതരം കപ്പ ബിരിയാണിയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.